ആ എൻ്റെ നമ്മളൊക്കെ ചെറുപ്പക്കാലത്ത് ഒരുപാട് കേട്ട് വളർന്ന ദേവന്റെ പാട്ടുകളും ദാസന്റെ പാട്ടുകളും കേട്ട് വളർന്ന ഒരാളാണ്. ഈ മലയാളത്തിന് പ്രത്യേകിച്ച് നമ്മുടെ സിനിമ പാട്ടുകളൊക്കെ അല്ലാത്ത പാട്ടുകൾ പാടുമ്പോൾ ജേട്ടൻ പാടുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. കാരണം ഒരു നമ്മൾ ഒരു ശരിക്കും ഒരു ഗായകൻ ആ ഒരു പാട്ടിനെ എപ്പോഴും നമ്മൾ സാധനം കൊടുത്താൽ 100 തരുന്ന നമ്മളൊരു 50% കൊടുക്കണ്ടാവും. പക്ഷെ അത് 100 തരുന്നൊരു ഒരാളാണ് ജേട്ടൻ. നമ്മൾ ഓരോ വാക്കുകളുടെയും അർത്ഥങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ ഭാവം ഉൾക്കൊണ്ട് അതേപോലെ നമുക്ക് പാടിത്തരുന്നതാണ്. അത് മലയാളത്തിൽ ദാസേട്ടനും ജേട്ടനും മാത്രമേ എനിക്ക് അറിയുള്ളൂ. കാരണം അത്രയും മനോഹരമായാണ് ഒരു പാട്ടിനെ നന്നാക്കുന്നത്. ഞാൻ ഇപ്പോൾ ജയേട്ടനെ കാണുന്നതിന് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 7 8 പഠിക്കുമ്പോൾ മദ്രാസ് വെച്ചിട്ട് ആദ്യമായി കാണുന്നത്. അപ്പം ഞാൻ ഒരു എന്താ പറയുക ദൈവത്തെ കാണുന്ന പോലൊക്കെ തന്നെ ഞാൻ അദ്ദേഹത്തെ നോക്കി നിന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ CB മലയുടെ ഒരു പടത്തിനാണ് ആദ്യമായിട്ട് പാടിപ്പിക്കുന്നത്. പടത്തിൻ്റെ പേരെനിക്കറിയില്ല. അത് ജേട്ടനും ചിത്രയാണ് അത് പാടിയത്. പിന്നെ അതിനുശേഷം കുറച്ച് പാട്ടുകൾ ജേട്ടൻ പാടി. പിന്നെ ലാസ്റ്റ് ഒരു 2 വർഷം മുന്നെയാണ് അവസാനം ഞാൻ ജേട്ടനോട് ഇപ്പോൾ പാടിപ്പിച്ചത്. ആ പാടുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ മേലെ സ്റ്റുഡിയോയാണ്. അപ്പോൾ അദ്ദേഹം കൂടെ വന്ന് വീട്ടിൽ വന്ന് ആ ചായക്ക് കുടിച്ച് തോളിൽ കൈയിട്ടൊക്കെ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര തമാശകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ നേരം പാടി കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 1-2 മണിക്കൂറൊക്കെ സംസാരിച്ചിട്ടാണ് അദ്ദേഹം പോയത്. അതിനുശേഷം ഇപ്പോഴാണ് അദ്ദേഹം മരണപ്പെട്ടെന്ന് പറയുന്നത്. ഒരു 10-15 മിനിറ്റ് മുന്നെയാണ് ഞാനിപ്പോൾ മരണപ്പെട്ടെന്ന്. അദ്ദേഹത്തെ പരിചയപ്പെട്ടവരൊക്കെയും അദ്ദേഹത്തോട് സംസാരിച്ചവരൊക്കെയും ഒരേ സ്വരത്തിൽ പറയുന്നത് അദ്ദേഹം പാട്ടുകളുടെ ഒരു മഹാസാഗരമായിരുന്നു അല്ലേ? കാരണം ഏത് പാട്ടുകളെക്കുറിച്ചും എപ്പോഴും ഗാനങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ മാത്രമാണ് അദ്ദേഹം അധികവും സമയം ചെലവഴിച്ചതല്ലേ? അദ്ദേഹത്തിന്റെ സംസാരങ്ങളെല്ലാം അതും മാത്രമേ ഉള്ളൂ. അതുപോലെ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള മ്യൂസിക് MS വിശ്വനാഥ് സാറാണ്. അദ്ദേഹത്തെ പറ്റി എങ്ങനെ എപ്പോഴും ഇളകരുത്. എല്ലാവരും പറ്റുമല്ല, ഒരാളെ പറ്റി താഴ്ത്തി കിട്ടി ഇദ്ദേഹം പറഞ്ഞ് കേട്ടിട്ടല്ല. എല്ലാവരെ പറ്റി നന്മകളിലൂടെ മാത്രം അദ്ദേഹം സംസാരിക്കാറുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന്റെ പാട്ട് പോലെയാണ് അദ്ദേഹത്തിന്റെ മനസ്സും പറഞ്ഞില്ലേ. കാരണം ഒരു ഭയങ്കര ശുദ്ധനാ. അപ്പൊ നമ്മൾ എന്തെങ്കിലും പറഞ്ഞത് അപ്പൊ വെട്ടി തോന്നെല്ലാം പറയും. അത് അദ്ദേഹത്തിന്റെ മനസ്സിലാക്കുന്നുണ്ടാവില്ല. എന്താ പറയാ, അങ്ങനത്തെ ഒരു പ്രത്യേക ക്യാരക്ടർ അദ്ദേഹം. വളരെ ഇന്നസെന്റ് ആണ്, വളരെ സിമ്പിളാണ്, ഒരു അഹങ്കാരം ഒന്നുമില്ലാത്ത ഒരു എത്രയോ കാലം ഞാനൊക്കെ ജനിക്കണമെങ്കിൽ മുന്നേ അദ്ദേഹം പാടി വന്ന ഒരാളാണ്. അത് നമ്മളോട് പോലും പെരുമാറുന്നത് വളരെ ഫ്രണ്ട്ലിയാണ്. ഒരു അഹങ്കാരം എന്ന് പറഞ്ഞ സാധനമില്ല, ജാടയില്ല, ഒന്നുമില്ല. നമ്മൾ ചിലരൊക്കെ പാട്ട് പറഞ്ഞ ഒരു എത്രയോ സീനിയറാണ്. എന്നാലും നമ്മളൊരു പുതിയ ആള് പഠിക്കണ പോലെയാണ് അദ്ദേഹം പഠിക്കുക. ഓരോ വാക്കുകളും എടുത്ത് ഓരോ ട്യൂണുകളും അതിനൊക്കെ എടുത്ത് പാടി നോക്കി മോഹൻ നമുക്ക് എടുക്കാം എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെയാണ് ഇപ്പോൾ അദ്ദേഹം ചെയ്തു തരുന്നത്. വളരെയധികം നന്ദി ശ്രീ മോഹൻ സിത്താര. ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളികൾക്ക് മറക്കാൻ കഴിയാത്ത മധുര ഗാനങ്ങൾ അനവധി നൽകിയ P. ജയചന്ദ്രൻ്റെ യാത്ര പറച്ചിൽ വിടവാങ്ങും.